എല്ലാവരും തയ്യാറല്ലേ? നമ്മൾ തുടങ്ങുകയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാനൊക്കെ സാധ്യത കൽപ്പിക്കുന്ന കുറേ പഠന മേഖലകളുണ്ട്. ഈ പഠന മേഖല എന്ന് പറയാൻ നേരത്ത് രസകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ഇതിൽ. നിങ്ങൾ ഈ പോലീസ് പരീക്ഷയൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ അതാണ് വരുന്നത്. LSDയുടെ പരീക്ഷ വരുന്നുണ്ട്, LD ക്ലർക്കിൻ്റെ പരീക്ഷ വരുന്നുണ്ട് അല്ലേ? ഈ പരീക്ഷകളിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏത് ഏരിയയാണ് വരുന്നതെന്നറിയണം. നമ്മൾ അറിഞ്ഞെങ്കിൽ നമുക്കതനുസരിച്ച് ടാക്കിൽ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് രസകരമായൊരു ഏരിയ എന്ന് പറയുന്ന നേരത്ത് ഗൂഢാലോചന. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗൂഢാലോചന എന്താണ്? ഗൂഢാലോചന നിഗൂഢമായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അത് 2 3 ചിലപ്പോൾ 4 ആളുകൾ ചേർന്ന് രഹസ്യമായിട്ട് തീരുമാനിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നമ്മൾ ഗൂഢാലോചനകളെന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ ധാരാളം നടന്നിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഗൂഢാലോചനയെ പറ്റി കേട്ടിട്ടുണ്ടോ? പ്രവീൺ കേട്ടിട്ടുണ്ടോ? ഇല്ല. സവിത കേട്ടിട്ടുണ്ടോ? ലാഹോറിൽ നടന്നൊരു കോൺസ്പിരസി. ലാഹോർ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് നടന്ന ഗൂഢാലോചനയെ നമ്മൾ ലാഹോർ കോൺസ്പിരസി എന്ന് വിളിക്കും. വേറെ ഏതെങ്കിലും കോൺസ്പിരസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാൺപൂരിൽ നടന്നൊരു കോൺസ്പിരസി ഉണ്ട് അല്ലേ? കാൺപൂർ എന്ന സ്ഥലം എവിടെയാണ്? കാൺപൂർ ഉത്തർപ്രദേശിലാണ്. ലാഹോർ എവിടെയാണ്? ലാഹോർ ഇപ്പോൾ പാകിസ്ഥാനിലാണ് അല്ലേ? അപ്പോൾ ഈ ലാഹോർ കോൺസ്പിരസി, അതേപോലെ ലക്നൗ കോൺസ്പിരസി, കാൺപൂർ കോൺസ്പിരസി, ഇങ്ങനെ പലതരത്തിലുള്ള കോൺസ്പിരസികൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടി നടന്നു, ആര് നടത്തി, ആ കോൺസ്പിരസി എന്തായിരുന്നു, അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാൽ ഈ ഏരിയയിൽ നിന്ന് ഏത് തരത്തിൽ ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. നേരത്തേക്കെന്ന് വെച്ചാൽ ഈ കോൺസ്പിരസി നടന്ന വർഷം മാത്രമേ ചോദിക്കുള്ളായിരുന്നു അല്ലേ? വർഷം മാത്രം പഠിച്ചാൽ മതിയായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേര് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എന്തിനു വേണ്ടി, ആര് ചെയ്തു, എന്തായിരുന്നു അതിൻ്റെ ഔട്ട്കം എന്നൊക്കെയാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു ഗൂഢാലോചന എന്ന് പറയാൻ നേരത്ത് അറിയാവോ, നമ്മൾ ഈ പൂനെയിലൊരു പ്ലേഗ് കമ്മീഷണറായിട്ട് ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്നറിയാമോ? റാൻഡ് എന്ന് പറഞ്ഞൊരാളുണ്ട്. പൂന പ്ലേഗ് കമ്മീഷണർ റാൻഡ്. ഈ റാൻഡിൻ്റെ ഗൺമാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ സെക്രട്ടറി പോസ്റ്റിലൊക്കെ നിയമിക്കുന്ന ആളില്ലേ, അത്തരത്തിലുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഐഎസ്റ്റ് എന്ന് വിളിക്കും. ആംഹെസ്റ്റ് എന്നും പറയാറുണ്ട്, ഐഎസ്റ്റ് എന്നും പറയാറുണ്ട്. ഇവരെ 2 പേരെയും വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ തീരുമാനിച്ചു. പുറത്താരും അറിഞ്ഞില്ല. ഇത് ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങിയത് സഹോദരന്മാരാണ്. അവരുടെ പേര് ചപ്പേക്കർ സഹോദരന്മാരെന്ന് പറയുന്ന ആൾക്കാരാണ്. കേട്ടിട്ടുണ്ടോ? ദാമോദർ ചപ്പേക്കർ, ബാലകൃഷ്ണ ചപ്പേക്കർ, വാസുദേവ ചപ്പേക്കർ. 3 പേരുണ്ട്. ട്രിപ്ലക്സ് എന്ന് നമ്മൾ പറയുന്ന പോലെ 3 സഹോദരന്മാരാണ് തീരുമാനിച്ചത് ഈ പറയുന്ന റാൻഡ് എന്ന് പറയുന്ന ആളിനെ, ആംഹിസ്റ്റ് എന്ന് പറഞ്ഞ ആളിനെയും വധിക്കാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ പ്ലേഗ് കമ്മീഷണർ വധിക്കാൻ തീരുമാനിച്ചു? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. പൂനെയിലെ പ്ലേഗ് കമ്മീഷണർ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടന്നു. പൂനെയിലെ പ്ലേഗ് കമ്മീഷണറുടെ പേര് റാൻഡ് എന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അസിസ്റ്റൻറ്റിൻ്റെ പേര് ഐഎസ്റ്റ് അല്ലെങ്കിൽ ആംഹെസ്റ്റ് എന്നായിരുന്നു. ഇവരെ വധിക്കാനായിട്ട് നിശ്ചയിച്ച സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരെന്ന് പറയുന്നത് എന്തായിരുന്നു? ദാമോദർ ചപ്പേക്കർ, ബാലകൃഷ്ണ ചപ്പേക്കർ, വാസുദേവ ചപ്പേക്കർ ആയിരുന്നു. ഇവർ 3 പേരുമാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടത്. ഒരാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു, ബാക്കി 2 പേരെയും തൂക്കിലേറ്റു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടത് വാസുദേവ ചപ്പേക്കർ എന്ന് പറഞ്ഞ ആളാണ്. ബാലകൃഷ്ണനും ദാമോദരനെയും ബ്രിട്ടീഷുകാർ പിടിച്ച് തൂക്കിലേറ്റി. അതിന് കാരണമായത് റാൻഡിനെയും ആംഹിസ്റ്റിനെയും ഇവർ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ്. ഇവർ കൊല്ലപ്പെട്ട 2 പേരും പൂനെയിലെ പ്ലേഗ് കമ്മീഷണറായിരുന്നു. എന്തായിരുന്നു പൂനെയിലെ പ്ലേഗ് കമ്മീഷണർ? അതാണ് നമ്മളിതിനടുത്ത് നോക്കേണ്ടത്. പൂനെയിൽ പ്ലേഗ് എന്ന് പറയുന്ന ഒരു മഹാമാരി, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഈ കോവിഡ് പോലെയുള്ളൊരു പാൻഡമിക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് വന്ന് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഏരിയ മൊത്തം എന്താണ് ഇങ്ങനെ ഈ തുടച്ച് നീക്കിക്കൊണ്ട് പോകും. നമ്മൾ ഈ പൊടിയൊക്കെ തുണി നനച്ചിങ്ങനെ തുടച്ചെടുക്കാൻ നേരത്ത് അവിടെ ഒരു തിളക്കം കാണിയില്ല. അതേപോലെ അത്രയും ഭാഗത്തുള്ള ആളുകളുടെ എണ്ണം വളരെ കുറയും. ഇതാണ് പ്ലേഗ് എന്ന് പറയുന്ന അസുഖം. അന്ന് മരുന്നില്ല ഇതിന്. കോവിഡ് പോലെയൊക്കെ തന്നെയുള്ള അസുഖമാണ്. അപ്പോൾ ഈ പ്ലേഗ് വരുമ്പോൾ അതെങ്ങനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്ലേഗ് കമ്മീഷണർ എന്ന പേരിൽ റാൻഡിനെയും ആംഹിസ്റ്റിനെയും നിയമിച്ചത്. ഈ റാൻഡും ആംഹിസ്റ്റും വന്ന് അവിടെ പഠനം നടത്തിയിട്ട് പറഞ്ഞ കാര്യം എന്താണ്? നമ്മൾ ഈ കോവിഡിനൊക്കെ ചെയ്യുന്ന പോലെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുണ്ടല്ലോ, ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ നിന്നല്ല അസുഖം പുറത്തേക്ക് വ്യാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ
തിരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവിടെ ക്ലീൻ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തണം, സാനിറ്റൈസേഷൻ പ്രവർത്തനങ്ങൾ. നമ്മളിപ്പോൾ മറ്റേ മെഷീനും മരുന്നൊക്കെ വെച്ച് തളിച്ചല്ലേ സാനിറ്റൈസേഷൻ നടത്തണത്. അന്ന് സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താ ചെയ്യാം? അഗ്നിശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ തിരിച്ചിട്ട് അവിടെ മൊത്തം തീയിട്ട് നശിപ്പിക്കുക. പ്ലേഗ് ബാധിച്ചിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന വീട്, പറമ്പ്, സ്ഥലം, ബാധിച്ച് മരിക്കാറായി കിടക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർ ഉൾപ്പെടെ എന്ത് ചെയ്യുക? അങ്ങ് തീയിട്ട് കളയാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പം അങ്ങനെ ഈ വീടും കൂടി ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ്, ചേരി പ്രദേശങ്ങളിലാണ് തിങ്ങി താമസിക്കുന്നത്, അവിടെയാണ് ഈ പ്ലേഗ് പോലുള്ള അസുഖം പടർന്നു പിടിക്കണം. അങ്ങോട്ടേക്ക് ഇവർ ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നു. അതായത് ചേരി കത്തിച്ച് കളയുക, അവിടെയുള്ള ആൾക്കാരെ മൊത്തം എന്ത് ചെയ്യുക? ഉപദ്രവിക്കുക, ഇറങ്ങിപ്പോകാത്ത ആൾക്കാരെ മൊത്തം തല്ലിക്കൊന്ന് അതിനകത്തിട്ട് കത്തിക്കുക. അങ്ങനെയുള്ള രീതിയൊക്കെ പിന്തുടർന്നപ്പോൾ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഈ പ്ലേഗ് കമ്മീഷണറോട് ഒരു അമർഷം ഉണ്ടായി, ബ്രിട്ടീഷുകാരോട് ഒരു അമർഷമുണ്ടായി. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾക്ക് ഇതിനെതിരായിട്ട് പ്രതികരിക്കണമെന്നൊരു തോന്നലുണ്ടായി. ആ തോന്നൽ അവരുടെ ഉള്ളിലൊരു വികാരമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവർ പ്രതികരിക്കാൻ തീരുമാനിച്ചു. അല്ല, ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ആ പൊട്ടിത്തെറിയാണ് പൂനെയിലെ പ്ലേഗ് കമ്മീഷണറുടെ കൊലപാതകമെന്ന് പറയുന്നത്. അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് 3 സഹോദരന്മാരാണ്. ബാലകൃഷ്ണനും ദാമോദരനും വാസുദേവനും കൂടി തീരുമാനിച്ചു. അതിൽ ബാലകൃഷ്ണനും ദാമോദരനും കൂടി പോയി ഈ 2 പേരെയും തകർത്ത് കളഞ്ഞു. ഇതാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളൊരു ഗൂഢാലോചന എന്ന് പറയുന്നത്. പൂനെയിലെ പ്ലേഗ് കമ്മീഷണറായിരുന്ന റാൻഡിൻ്റെയും ആംഹിസ്റ്റിൻ്റെയും മരണം എന്ന് പറയുന്നത് ഇതായിരുന്നു. അത്തരത്തിൽ നടന്നൊരു ഗൂഢാലോചന എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ നടന്ന മറ്റൊരു ഗൂഢാലോചനയുണ്ട്. അത് നിങ്ങൾ ഏറെക്കുറെ കേട്ട് കാണും അല്ലേ? ആ ഗൂഢാലോചനയുടെ പേരാണ് മണിക്താല ബോംബ് കോൺസ്പിറസി എന്ന് പറയുന്നത്. അലിപ്പൂർ ബോംബ് കോൺസ്പിറസി എന്ന് പറയുന്ന കോൺസ്പിറസിയാണ്. കേട്ടിട്ടുണ്ട് മണിക്താല? മണിക്താല എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ബംഗാൾ അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവിടെയുള്ളൊരു സ്ഥലമാണ്. അലിപ്പൂരും അവിടെ തന്നെയാണ്. നമ്മൾ പറയാറില്ല, ചേർത്തലയിൽ തണ്ണീർമുക്കം എന്ന് പറയുന്ന പോലെ അലിപ്പൂർ എന്ന സ്ഥലത്ത് മണിക്താല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കോൺസ്പിറസി നടന്നു. ആ കോൺസ്പിറസി എന്തെന്ന് ചോദിച്ചാൽ അതാണ് അലിപ്പൂർ ബോംബ് കോൺസ്പിറസി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് അലിപ്പൂർ ബോംബ് കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്, അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആര്, ഇന്ത്യയിൽ തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വിപ്ലവകാരി ആര്, ഇങ്ങനെയുള്ള കുറേ പേരുകളും ചോദ്യങ്ങളും ഒക്കെയാണ് നമ്മളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചൊരു പേര് കേട്ട ഖുദ്റാം ബോസ് എന്നൊരു പേരിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, കേട്ട് കാണും അല്ലേ? ആരാണ് ഖുദ്റാം ബോസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വിപ്ലവകാരിയുടെ പേരാണ് ഖുദ്റാം ബോസ് എന്ന് പറയുന്നത് അല്ലേ? അതല്ലേ കേട്ടിരിക്കുന്നത്? അപ്പോൾ എന്താണ് ഖുദ്റാം ബോസ് ചെയ്തത്? അതല്ലേ അറിയേണ്ടത്. ഖുദ്റാം ബോസ് ചെയ്തത് ബോംബെറിഞ്ഞു. ആർക്കെതിരെയാണ് ബോംബെറിഞ്ഞെന്നറിയാവോ? അവിടെ ഒരു ജഡ്ജുണ്ട്. ജഡ്ജെന്ന് വെച്ചാൽ നമ്മൾ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആളാണ്. നമ്മൾ നോക്കിയാൽ അന്ന് കോടതികൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നൊരു സമയമാണ്. ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കട്ടയുമാണ്, അല്ല ബംഗാളുമാണ്. അപ്പോൾ അവിടെ മുസാഫർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, മുസാഫർപൂർ. ഈ മുസാഫർപൂരിൽ ഒരു ജഡ്ജ്, അദ്ദേഹത്തിൻ്റെ പേരാണ് കിംസ് ഫോർഡ് എന്ന് പറയും. കിംസ് ഫോർഡ് എന്ന് പറയുന്ന ഒരു ജഡ്ജ്, മുസാഫർപൂരിലുള്ളൊരു ജഡ്ജാണ് കിംസ് ഫോർഡ്. ആ മുസാഫർപൂരിലെ കിംസ് ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ജഡ്ജ്, ആ ജഡ്ജ് ഈ ഇന്ത്യക്കാരുടെ കേസുകൾ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഒരു പക്ഷപാതപരമായ സമീപനം കാണിക്കും. ബ്രിട്ടീഷുകാരുടെ കേസുകൾ ചെന്ന് കഴിയുമ്പോൾ അവിടെയും പക്ഷപാതപരമായൊരു സമീപനം കാണിക്കും. ഇന്ത്യക്കാർക്ക് പരമാവധി ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കുക, ഇന്ത്യക്കാർക്ക് പരമാവധി പിഴ ഈടാക്കുക, ബ്രിട്ടീഷുകാർ വെറുതെ വിടുക, ഇന്ത്യക്കാർക്ക് കൂടുതൽ തടവ് ശിക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ കിംസ് ഫോർഡ് എന്ന് പറയുന്നൊരു ജഡ്ജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് താല്പര്യം ആർക്കെങ്കിലും കാണുമോ? ഉണ്ടാവും? ഇല്ല. അനഭിമതനായ ജഡ്ജാണ്. അപ്പോൾ ഈ അനഭിമതനായ ജഡ്ജിനെ അങ്ങ് തീർത്ത് കളയാനായിട്ട് ആര് തീരുമാനിക്കുകയാണ്? അവിടെയുള്ള കുറച്ച് വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാർ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതൊരു സംഘടനയാണ്. ആ സംഘടനയുടെ പേരായിരുന്നു അനുശീലൻ സമിതി എന്ന് പറയും. അനുശീലൻ സമിതി. അതായത് ബംഗാളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ തുനിഞ്ഞിറങ്ങിയ സംഘടനയുടെ പേരായിരുന്നു അനുശീലൻ സമിതി എന്ന് പറയും. ഈ അനുശീലൻ സമിതി ഒരുപാടെണ്ണമുണ്ട് അവിടെ. അതിൽ പ്രധാനപ്പെട്ട അനുശീലൻ സമിതി എന്ന് പറഞ്ഞ വിപ്ലവകാരികളുടെ അനുശീലൻ സമിതി എന്ന് പറയുന്നത് തയ്യാറാക്കിയത് ജതീന്ദ്രനാഥ ബാനർജി എന്ന് പറയുന്ന ഒരാളാണ്. ജതീന്ദ്രനാഥ ബാനർജി അനുശീലൻ സമിതി. ആ അനുശീലൻ സമിതിയിലേക്ക് നമ്മുടെ അരവിന്ദ് ഘോഷിൻ്റെ സഹോദരനായ ബരീന്ദ്രകുമാർ ഘോഷ് കൂടി അങ്ങോട്ട് ചേരുന്നു. അതോടുകൂടി ഇത് വളരെ ശക്തിമത്തായൊരു സംഘടനയായിട്ട് വരുന്നു. അപ്പോൾ ഇവർ തീരുമാനിച്ചു, ഇന്ത്യക്കാരെ ഉപദ്രവിക്കുന്ന ഇത്രയേറെ ക്രൂരനും നിഷ്ഠൂരനുമായിട്ടുള്ള മുസാഫർപൂരിലെ ജഡ്ജായിട്ടുള്ള കിംസ് ഫോർഡിന് പാഠം പഠിപ്പിക്കണം. എങ്ങനെ? അതായി പിന്നെ ആലോചന. അപ്പോൾ ഇവരൊരു സംഘടനയാണ്, റവല്യൂഷണറി ഓർഗനൈസേഷനാണ്. ഈ അനുശീലൻ സമിതി എന്ന് പറയുന്നത് 1902 രൂപീകരിക്കപ്പെട്ടൊരു സംഘടനയും കൂടിയാണ്. അപ്പോൾ ഈ സംഘടനയുടെ ലേബലിൽ പ്രവർത്തിക്കാനായിട്ട്
ചെറുപ്പക്കാരാണ് വരുന്നത്. 17, 18, 19 ഒക്കെ വയസ്സ് പ്രായമുള്ള, അതായത് ഈ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് ചെല്ലുന്ന സമയത്താണല്ലോ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധം ഉണ്ടാകുന്നത്. അങ്ങനെ ഇവർ ആ ഒരു രീതിയിലേക്ക് മാറുകയാണ്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഖുദ്റാം ബോസ്, പ്രഫുല്ലകുമാർ ചക്കി എന്ന് പറയുന്ന മറ്റൊരാൾ, പ്രഫുല്ലകുമാർ ചക്കി, ഖുദ്റാം ബോസ്, ഇവർ രണ്ടുപേരും പറയുന്നു അനുശീലൻ സമിതിയുടെ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു. പാർട്ടി തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കാമെന്ന് പറയുന്നു. അപ്പോൾ അനുശീലൻ സമിതി തീരുമാനിച്ച കാര്യം എന്താണ്? കിംസ് വാർഡൻ എന്ത് ചെയ്യുക? വധിച്ചു കളയുക. കിംസ് വാർഡനെ വധിക്കുമ്പോൾ അതൊരു സൂചനയാണ് കൊടുക്കേണ്ടത്. ആർക്കുള്ള സൂചന? ബ്രിട്ടീഷുകാർക്കുള്ള സൂചന. അതായത് അനഭിമതന്മാരായിട്ടുള്ള ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ഇന്ത്യക്കാരായ ഞങ്ങൾ അവരെ വധിക്കും. ആ വധിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥവും സൗകര്യവുമായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിപ്ലവകാരികൾ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് നിങ്ങൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അയക്കുന്നുണ്ടെങ്കിൽ അവൻ തിരിച്ച് ജീവനോടുകൂടി പോകില്ല എന്നുറപ്പുള്ള ആൾക്കാരെ മാത്രമേ ഇങ്ങോട്ട് അയക്കാവുള്ളൂ. അതായത് പേടിയുണ്ടാവണം. ടു സ്പ്രെഡ് ടെറർ ഇൻ ദ മൈൻഡ് ഓഫ് ബ്രിട്ടീഷ് ആൻഡ് വയലൻ്റ്ലി എക്സ്പെൽ ദം ഫ്രം ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാരൻ്റെ മനസ്സിൽ ഒരു ഭീതി ഉണ്ടാക്കണം. നമുക്കങ്ങനെ തന്നെയല്ലേ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു സംശയം തോന്നിയാൽ എന്ത് ചെയ്യും? നമ്മളങ്ങോട്ട് പോകാനൊരു പേടി നമുക്കുണ്ടാവും അല്ലേ? പിള്ളേരുടെയൊക്കെ നമ്മൾ പറയും അപ്പുറത്തോട്ട് കൂടെ രാത്രിയിൽ ഇരുട്ടത്തിറങ്ങടാന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് പേടിയല്ലേ? അതേപോലെ ഒരു പേടി ഉണ്ടാവണം. അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു സംശയം നമുക്കുണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ആശയം ഇവർ സ്പ്രെഡ് ചെയ്തത്. അതായത് ടു സ്പ്രെഡ് ടെറർ ഇൻ ദ മൈൻഡ് ഓഫ് ബ്രിട്ടീഷ് ആൻഡ് വയലൻ്റ്ലി എക്സ്പെൽ ദം ഫ്രം ഇന്ത്യ. അത് ബ്രിട്ടീഷുകാരുടെ മനസ്സിലൊരു പേടി ഉണ്ടാക്കിയിട്ട് അവൻ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ നിന്ന് ആട്ടിപ്പായിക്കണം. ഇതായിരുന്നു തന്ത്രം. അപ്പോൾ പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പേടി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണം. അത്തരത്തിൽ പേടി തോന്നുന്നൊരു കാര്യമാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഇന്ത്യക്കാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കിംസ് ഫോർഡ് എന്ന് പറഞ്ഞ ജഡ്ജിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ തീരുമാനിച്ചു. ബോംബെറിഞ്ഞ് കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബോംബുണ്ടാക്കണം അല്ലേ? നമ്മൾ പടക്കം എന്ന് പറയുന്ന സാധനം വിഷുവിനൊക്കെ പൊട്ടിക്കാറില്ലേ? ഇതേപോലെ അതിശക്തിമത്തായ പടക്കങ്ങൾ തയ്യാറാക്കി വെച്ചു. അതാണ് ബോംബ്. നമ്മുടെ ഇവിടെ ആൾക്കാർ തയ്യാറാക്കി. അങ്ങനെ ബോംബ് തയ്യാറാക്കി. ഈ ബോംബാണ് മണിക്താല എന്നൊരു സ്ഥലത്തെ ഫാക്ടറിയിൽ വെച്ച് തയ്യാറാക്കിയ ബോംബെന്ന് പറഞ്ഞു. അപ്പോൾ മണിക്താല എന്നൊരു സ്ഥലത്ത്, അത് അലിപ്പൂരിലാണ്, അവിടെ വെച്ച് എന്ത് ചെയ്തു? ഒരു ബോംബ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങി. അതായത് പൂട്ടിക്കിടക്കുന്നൊരു ഫാക്ടറിയിൽ ഒരു ബോംബുകൾ, നമ്മൾ ഈ നാളികേരൊക്കെ പൊതിച്ച് ചാക്കിനകത്ത് കെട്ടി വെക്കുന്ന പോലെ ബോംബ് തയ്യാറാക്കി വെക്കുന്നൊരു രീതി. എന്നിട്ട് ഈ ബോംബുമായിട്ട് കിംസ് വാർഡൻ വധിക്കാനായിട്ട് 2 ചെറുപ്പക്കാരെ വിട്ടു. ആ ചെറുപ്പക്കാരുടെ പേരായിരുന്നു ഖുദ്റാം ബോസ്, പ്രഫുല്ലകുമാർ ചക്കി. ഇവർ റൂട്ടൊക്കെ നിരീക്ഷിച്ചു. ഇന്നത്തെ പോലെ അന്ന് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അവൻ വരുന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് അടിപിടിപ്പിക്കുന്ന സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വഴിയും റൂട്ടും എല്ലാം കൃത്യമായിട്ട് വെച്ച് കണ്ടുപിടിച്ച് ഈ കിംസ് വാർഡ് വീടിന് പുറത്തേക്ക് വരുന്ന എപ്പോഴാണ്, അകത്തേക്ക് പോകുന്നത് എപ്പോഴാണ് എന്ന രീതിയിലുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചു. കിംസ് വാർഡ് പുറത്തേക്ക് വരുന്ന ടൈം നോക്കിയിട്ട് ഇവരെന്ത് ചെയ്തു? കിംസ് വാർഡിൻ്റെ വീടിന് വാതിക്കൽ ബോംബുമായിട്ട് ഇങ്ങനെ മറഞ്ഞു നിന്നു. അപ്പോൾ അകത്തുനിന്ന് അതിരാവിലെ 2 പേര് കാറിനകത്ത് കയറി ഇങ്ങോട്ട് പോരുന്നത് കണ്ടു. എന്ത് ചെയ്തു? ഈ കാറിനെ ലക്ഷ്യമാക്കിയിട്ട് ഖുദ്റാം ബോസും പ്രഫുല്ലകുമാർ ചക്കിയും ബോംബെറിഞ്ഞു. പക്ഷേ ഈ കാറിനകത്ത് കിംസ് വാർഡ് ഉണ്ടായിരുന്നില്ല. കിംസ് വാർഡിൻ്റെ വീട്ടിലുണ്ടായിരുന്ന 2 സ്ത്രീകളായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. അവർ ബോംബേറിൽ കൊല്ലപ്പെട്ടു. ഇതാണ് മണിക്താല ബോംബ് കോൺസ്പിറസി, അലിപ്പൂർ ബോംബ് കോൺസ്പിറസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് സംഘം ചേർന്ന അനുശീലന സമിതിയിലെ ചെറുപ്പക്കാരായ പ്രഫുല്ലകുമാർ ചക്കിയും ഖുദ്റാം ബോസും കൂടി എന്ത് ചെയ്തു? ബോംബെറിഞ്ഞ് കിംസ് വാർഡിനെ വധിക്കാനായിട്ട് ശ്രമം നടത്തി. അറ്റംപ്റ്റ് ടു കിൽ മുസാഫർപൂർ ജഡ്ജ്. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? കിംസ് വാർഡിനെയാണ്. അപ്പോൾ കിംസ് വാർഡിനെ വധിക്കാൻ ശ്രമിച്ച ഈ സംഭവത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അലിപ്പൂർ ബോംബ് കോൺസ്പിറസി എന്ന് പറയുന്നത്. ഇത് എന്ന് നടന്നു എന്ന് ചോദിച്ചാൽ 1908 നടക്കുന്നത്. 1908 അലിപ്പൂരിൽ ഈ ബോംബ് കോൺസ്പിറസി നടക്കുന്നത് അല്ലേ? ഗൂഢാലോചന കുറ്റമൊക്കെ ചുമത്തിയല്ലേ പ്രവീണെ പോലീസ് കേസൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ കേസ് വരികയാണ്, ഗൂഢാലോചന കുറ്റമാണ് വരുന്നത്. അപ്പം അങ്ങനെ അലിപ്പൂരിൽ ബോംബ് കോൺസ്പിറസി നടത്തിയത് ഇവർ 2 പേരുമാണ്. ഇവരെ പോലീസ് പിടിക്കാൻ വരുന്നു. പിടി കിട്ടും എന്നുറപ്പായപ്പോൾ എന്ത് ചെയ്തു? ഈ വിപ്ലവകാരികൾക്കൊക്കെ ഒരു രീതിയുണ്ട്. പോലീസിൻ്റെ കയ്യിൽ ഒരു പിടി കൊടുക്കില്ല, പകരം അവരെന്ത് ചെയ്യും? വിപ്ലവത്തിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുടെ കഴുത്തിൽ ഒരു മാലയൊക്കെ കിട്ടിയിട്ടില്ലേ? ഇപ്പോൾ വിപ്ലവം ആ സയനൈഡ് സാധനത്ത് കഴിച്ചാൽ അവർ സൂയിസൈഡ് ചെയ്തില്ലേ? അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും സയനൈഡൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് കഴിച്ചാൽ മരിച്ചോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ടായിരിക്കാം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കായിരുന്നു. പ്രഫുല്ലകുമാർ ചക്കി പിടിയിട്ടു എന്ന് ഉറപ്പായപ്പോൾ എന്ത് ചെയ്തു? സ്വയം വെടിവെച്ച് മരിച്ചു. ഖുദ്റാം ബോസ് എന്ത് ചെയ്തു? ആ തോക്കെടുത്ത് പുള്ളിയും വെടിവെക്കാൻ നോക്കിയിട്ടാണ് വെടി പൊട്ടിയില്ല. അന്നത്തെ തോക്ക് അങ്ങനെയാണ്, പൊട്ടിയെന്ന് പറയാം. അല്ല, മഹാത്മാഗാന്ധിയെ വധിക്കാൻ പോലും ഉപയോഗിച്ച പിസ്റ്റലുകൾ പലതവണ പൊട്ടിയില്ലെന്നാണ് പറയുന്നത്. അത് അന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള തോക്കുകൾ വളരെ കുറവാണ്. ഉറപ്പില്ല, പൊട്ടിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അങ്ങനെ പ്രഫുല്ലകുമാർ ചക്കി സൂയിസൈഡ് ചെയ്തു, സ്വയം വെടിവെച്ച് മരിച്ചു. നമ്മുടെ ഖുദ്റാം ബോസ് പിടിയിലായ ഖുദ്റാം ബോസിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ സംഘടനയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നൊക്കെ ബോധ്യപ്പെട്ടു.
തെളിവുകളെല്ലാം കിട്ടിക്കഴിയാൻ നേരത്ത് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? തൂക്കിലേറ്റുക. അങ്ങനെയാണ് ഖുദ്റാം ബോസിനെ തൂക്കിലേറ്റിയത്. തൂക്കിലേറ്റിയപ്പോൾ ഖുദ്റാം ബോസ് ചരിത്രത്തിൽ ഇടം പിടിച്ചു. എങ്ങനെയാണെന്നറിയാമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലേ വിപ്ലവകാരി, തൂക്കിലേറ്റപ്പെട്ടതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിപ്ലവകാരി എന്നുള്ള പേരിലാണ് ഖുദ്റാം ബോസ് ഇടം പിടിക്കുന്നത്. പിന്നെ ഈ കേസിൻ്റെ പിറകെ വന്നപ്പോഴാണ് അലിപ്പൂരിൽ മണിത്താല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫാക്ടറിക്കുള്ളിൽ ബോംബുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചെന്നും ആ ബോംബ് നിർമ്മാണം നടത്തിയത് ബ്രിട്ടീഷുകാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും അനഭിമതരായിട്ടുള്ള ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നൊക്കെയാണ് ആര് പറഞ്ഞത്? ഈ പോലീസ് കേസന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമാന ആളുകളെ എന്ത് ചെയ്തു? ഇവർ അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 20ഓളം ആളുകളെ അറസ്റ്റ് ചെയ്ത് കോടതിയും കേസും വിചാരണയുമായിട്ടാണ് മുന്നോട്ട് പോയത്. ഇതിനിടയിൽ നമ്മുടെ പ്രധാനപ്പെട്ട 2 പേരെ പിടിച്ചെടുത്തു. ഒന്ന് ഭൂപേന്ദ്രനാഥ് ദത്ത, മറ്റൊന്ന് ബരീന്ദ്രകുമാർ ഘോഷാണ്. ഈ ബരീന്ദ്രകുമാർ ഘോഷ് ആരെന്ന് ചോദിച്ചാൽ അരവിന്ദ് ഘോഷിൻ്റെ സഹോദരനാണ്. ഭൂപേന്ദ്രനാഥ് ദത്ത ആരെന്നറിയാവോ? സ്വാമി വിവേകാനന്ദൻ്റെ സഹോദരനാണ്. അപ്പോൾ ഇങ്ങനെ ഭൂപേന്ദ്രനാഥ് ദത്തയും ബരീന്ദ്രകുമാർ ഘോഷും ഒക്കെ അറസ്റ്റിലാക്കപ്പെട്ടു. ഈ സമയത്താണ് നമ്മുടെ അരവിന്ദ് ഘോഷ്, സഹോദരനല്ലേ, ഈ ബരീന്ദ്രകുമാർ ഘോഷുമായിട്ട് ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അരവിന്ദ് ഘോഷ് എന്ന് പറയുന്ന ആളെന്ന് വെച്ചാൽ ബാലഗംഗാധര തിലകനെയും ബിപിൻ ചന്ദ്രപാലിനെയും ലാലാ ലജപത്റയുടെയൊക്കെ കൂടെ നിൽക്കുന്ന അതിഭയങ്കരനായ ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു നേതാവിനെ കൂടി എങ്ങനെയെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തി തീർത്ത് കളയണമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നിയിട്ട് എന്ത് ചെയ്തു? അരവിന്ദ് ഘോഷാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന രീതിയിൽ കേസ് അരവിന്ദ് ഘോഷിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഗൂഢാലോചന ഇപ്പം നടത്തുന്നവരാണ് ബ്രിട്ടീഷുകാരാണ്, അരവിന്ദ് ഘോഷിന് ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരവിന്ദ് ഘോഷ്, അലിപ്പൂർ ബോംബ് കോൺസ്പിറസിയുടെ മാസ്റ്റർ ബ്രെയിൻ അരവിന്ദ് ഘോഷാണ് എന്ന് കേസിൽ വരുത്തി തീർത്ത് അരവിന്ദ് ഘോഷിനെ അറസ്റ്റ് ചെയ്തു. അരവിന്ദ് ഘോഷ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് ചോദിച്ചാൽ വലിയ ബന്ധം നേരിട്ടില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അരവിന്ദ് ഘോഷിന് വേണ്ടിയിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ വാദം നടത്താനായിട്ട് വന്നത് പ്രശസ്തന്മാരായിട്ടുള്ള 2 അഡ്വക്കേറ്റ്സാണ്. അവരുടെ പേരെന്ന് പറയുന്നത് കേട്ട് കാണും നിങ്ങൾ. ഒരാളുടെ ഒരു മുഹമ്മദ് അലി ജിന്നയാണ്, മറ്റേ ആൾ CR ദാസാണ്. അപ്പോൾ CR ദാസും മുഹമ്മദ് അലി ജിന്നയും ഈ പറയുന്ന അലിപ്പൂർ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് വാദിച്ച ആൾക്കാരാണ്. അരവിന്ദ് ഘോഷിന് വേണ്ടി വാദിച്ച ആൾക്കാരാണ്. അരവിന്ദ് ഘോഷിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ആൾക്കാരുമാണ്. അങ്ങനെ അരവിന്ദ് ഘോഷിനെ ജയിൽ മോചിതനാക്കി. പക്ഷേ ജയിൽ മോചിതനാക്കുമ്പോൾ ഒരു ഉപാധി ഉണ്ടായിരുന്നു. എന്താണ് ഉപാധി എന്നറിയാമോ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ അരവിന്ദ് ഘോഷ് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു നിബന്ധന. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. ആര്? അരവിന്ദ് ഘോഷ്. അപ്പോൾ അരവിന്ദ് ഘോഷ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? അരവിന്ദ് ഘോഷ് ബ്രിട്ടീഷുകാർ ജയിലിൽ നിന്ന് വിട്ടേക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകണം. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ നിന്ന് അരവിന്ദ് ഘോഷ് പുറത്തു പോയേ പറ്റുള്ളൂ. ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് മാത്രമാണോ ഉള്ളത്? അല്ല, പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയുണ്ട്, ഗോവയും ദാമൻ ദ്വീപും അല്ലേ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയാണ്. ഫ്രഞ്ചുകാർക്ക് ഇന്ത്യ ഉണ്ടായിരുന്നു അല്ലേ, ഏതായിരുന്നു? പുതുച്ചേരി, മാഹി അല്ലേ, ഇതെല്ലാം ഫ്രഞ്ചുകാരുടെ ഇന്ത്യയാണ്. അരവിന്ദ് ഘോഷ് അങ്ങനെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലേക്ക് നാട് വിട്ടു പോകാനായിട്ട് അല്ലെങ്കിൽ നാട് കടത്തപ്പെടാൻ കാരണമായ കേസെന്ന് പറയുന്നത് ഈ പറയുന്ന അലിപ്പൂർ ബോംബ് കോൺസ്പിറസിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺസ്പിറസി ഇവിടെയുണ്ട്. ആ കോൺസ്പിറസിയാണ് അലിപ്പൂരിലെ ബോംബ് കോൺസ്പിറസി. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനം ലണ്ടനാണ് അല്ലേ. ലണ്ടനിൽ ചെന്നിട്ട് അവിടെയുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ഉണ്ട്, നമ്മൾ വിദേശകാര്യ മന്ത്രി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു നമ്മൾ ഈ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുന്ന പദവിയില്ലേ, നമ്മൾ PA എന്നൊക്കെ പറയുന്ന പദവിയില്ലേ, അതേ രീതിയിലുള്ള ആൾക്കാരെയൊക്കെ മുൻപ് വിളിച്ചിരുന്ന ഒരു ADC എന്ന് വിളിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ADC എന്ന് പറയും, രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവ് എന്ന് പറയും. അല്ലെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ്, അല്ലെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, സുരക്ഷാ ഉപദേഷ്ടാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇതേപോലെ ഒരു ഉപദേഷ്ടാവുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് വില്യം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് വില്യം കഴ്സൺ വില്ലി എന്നാണ്. ഈ വില്യം കഴ്സൺ വില്ലി എന്ന് പറയുന്ന ആൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളാരെന്നറിയാവോ? മോർലി പ്രഭുവാണ്. നമ്മുടെ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങളെന്ന് കേട്ടിട്ടില്ലേ? 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങളെന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഭരണപരിഷ്കാരം തയ്യാറാക്കിയ മോർലി പ്രഭുവാണ് അന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടിരിക്കുന്നത്, അതായത് വിദേശകാര്യ മന്ത്രിയായിട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, അതായത് രാഷ്ട്രീയ ഉപദേഷ്ടാവ് ആയിട്ടിരിക്കുന്ന ആളാണ് വില്യം കഴ്സൺ വില്ലി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ
അതിഭയങ്കരമായ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ ബ്രിട്ടീഷുകാർ ചെയ്യുന്നുമില്ല. ആ ബ്രിട്ടീഷുകാർ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നുമില്ല. ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുമാണ്, കഷ്ടതയുമാണ്. അപ്പോൾ ഇതിനൊരു പ്രതികരണം എന്ന രീതിയിൽ ഇന്ത്യയിൽ ധാരാളം ആളുകൾ സമരം ചെയ്യുന്നുണ്ട്. സമരം ചെയ്യുന്ന സംഘടനകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിളർന്നും പോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സൊക്കെ ഈ സമയത്ത് പിളർന്നിരിക്കുമല്ലോ 1907. അപ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒറ്റപ്പെട്ട ചെറുപ്പക്കാർ സമരം ചെയ്യുന്നവരെ അലിപ്പൂർ കോൺസ്പിറസി എന്നും മറ്റേ കോൺസ്പിറസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടയ്ക്കുന്നു, തൂക്കിലേറ്റുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചും കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് കുറച്ച് ആളുകൾക്ക് തോന്നി. അത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ പ്രതികരണമാണ് ലണ്ടനിൽ സംഭവിച്ച ഈ ഗൂഢാലോചന എന്ന് പറയുന്നത്. അതെന്ത് ഗൂഢാലോചന എന്ന് കേട്ടിട്ടുണ്ടോ? വില്യം കഴ്സൺ വില്ലിയെ വധിച്ചൊരു ഗൂഢാലോചനയാണ്. ആരാണ് വധിച്ചെന്നറിയാവോ? വില്യം കഴ്സൺ വില്ലിയെ വധിച്ചതാരാണ്? അതല്ല, അത് ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ആൾ. അത് വധിച്ചതാരെയാണ്? നമ്മുടെ പഞ്ചാബിലെ ഗവർണറായിരുന്ന മൈക്കൽ ഡെയറിനെയാണ് വധിച്ചത്. ഇത് വേറെ കേസ്. ഇല്ല, ഇത് സംഭവം വേറൊന്നുമല്ല. ഈ പറയുന്ന വില്യം കഴ്സൺ വില്ലി മോർലി പ്രഭുവിൻ്റെ പൊളിറ്റിക്കൽ അഡ്വൈസറാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. പ്രത്യേകിച്ച് വിപ്ലവകാരികളെന്ന് മുദ്ര കുത്തിയിട്ട് സംശയം തോന്നുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രതികരണം ചെയ്യണം. നമ്മുടെ വിപ്ലവകാരികൾ ചെയ്യുന്ന കാര്യം എന്താണ്? ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പേടിയുണ്ടാവണം. അവരെ പേടിപ്പിക്കണം. അവരെ പേടിപ്പിച്ച് ഇന്ത്യയിൽ നാട്ടിപ്പായിക്കണം. അതാണല്ലോ ലക്ഷ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ ടു സ്പ്രെഡ് ടെറർ ഇൻ ദ മൈൻഡ് ഓഫ് ബ്രിട്ടീഷ് ആൻഡ് വയലൻ്റലി എക്സ്പെൽ ദം ഫ്രം ഇന്ത്യ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ബ്രിട്ടീഷുകാരുടെ കേന്ദ്രത്തിൽ പോയി പൊട്ടിക്കണ്ടേ? എന്നാലേ ഇവിടെയുള്ള ആളുകൾക്കൊരു ധൈര്യം ഉണ്ടാകുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ അവരുടെ കേന്ദ്രത്തിൽ പോയി പൊട്ടിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ തയ്യാറായി. അവർ നടത്തിയ ഗൂഢാലോചനയാണ് നമ്മൾ ഈ വില്യം കഴ്സൺ വില്ലിയുടെ വധവുമായി ബന്ധപ്പെട്ട് നടന്ന ലണ്ടൻ കോൺസ്പിറസി എന്ന പേരിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അത് നടത്തിയ ആൾക്കാരെന്നറിയാവോ? നിങ്ങൾ മാഡം കാമ എന്ന് കേട്ടിട്ടുണ്ടോ? അവരുടെ പൂർണ്ണമായ പേരറിയോ? മാഡം ഭിക്കാജി കാമ എന്ന് പറയും, അല്ല? നമ്മളവർ വിളിക്കുന്ന പേരെന്താണ്? വിപ്ലവത്തിൻ്റെ മാതാവെന്ന് പേരിട്ടല്ല വിശേഷിപ്പിക്കുന്നു. അല്ല, വിപ്ലവത്തിൻ്റെ മാതാവാണ് മാഡം ഭിക്കാജി കാമ എന്ന് നമ്മൾ പറയും, അല്ലേ? മാഡം ഭിക്കാജി കാമ വിപ്ലവത്തിൻ്റെ മാതാവാണെന്ന് നമ്മൾ പറയുന്നു. അതേപോലെ നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട്, ശ്യാംജി കൃഷ്ണ വർമ്മ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ശ്യാംജി കൃഷ്ണവർമ്മ എന്നൊരു പേര്? ആരാണത് ശ്യാംജി കൃഷ്ണവർമ്മ? ഇതേപോലെ ഇന്ത്യയുടെ പുറത്ത് നിന്നിട്ട് ഇന്ത്യയുടെ അകത്തുള്ള ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടിയിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തൊരു വ്യക്തി. അദ്ദേഹത്തിന് പറയുന്നത് ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറയും. അദ്ദേഹം പാരീസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ച ആളാണ്. ഈ ശ്യാംജി കൃഷ്ണവർമ്മയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചപ്പേക്കർ സഹോദരന്മാരില്ലേ, ചപ്പേക്കർ സഹോദരന്മാർക്ക് വേണ്ടുന്ന ഐഡിയാസ് എല്ലാം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ഇവിടുന്ന് ആദ്യമേ തന്നെ ലണ്ടനിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ലണ്ടനിലാണുള്ളത്. അപ്പോൾ ലണ്ടനിലുള്ള ശ്യാംജി കൃഷ്ണവർമ്മ അവിടെ ഈ വിപ്ലവകാരികളായ ചെറുപ്പക്കാരെ കണ്ടെത്താനും മറ്റുമൊക്കെ ഇട്ട് ചെറിയൊരു പരിപാടി ആസൂത്രണം ചെയ്തു. ഇവിടുന്ന് അന്നും ഇന്നൊക്കെ പഠിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ പോകുന്നില്ല വിദേശങ്ങളിലേക്ക്. അങ്ങനെ പഠിക്കാൻ ചെല്ലുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നല്ലൊരു താമസ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? എവിടെയെങ്കിലും ഒന്ന് കിടക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ ചെല്ലുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറയുന്ന ആൾ അവിടെ ഒരു താമസ സംവിധാനം ഉണ്ടാക്കി, അതായത് ഹോസ്റ്റൽ ഫെസിലിറ്റി തയ്യാറാക്കി. ആ ഹോസ്റ്റൽ ഫെസിലിറ്റിയുടെ പേരായിരുന്നു ഇന്ത്യ ഹൗസ് എന്ന് പറയും. നമ്മൾ ലണ്ടനിലെ കേരള ഹൗസ് എന്ന് പറയുന്ന പോലെ ലണ്ടനിൽ ഇന്ത്യ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഹൗസ് ഉണ്ടാക്കിയിട്ട് ഫ്രീ ഹോസ്റ്റൽ ഫെസിലിറ്റി ശ്യാംജി കൃഷ്ണവർമ്മ അവിടെയുള്ള കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ ഈ കുട്ടികൾക്ക് ആരോടെ വിധേയത്വം ഉണ്ടാവും? ശ്യാംജി കൃഷ്ണവർമ്മയുടെ വിധേയത്വം ഉണ്ടാവുമല്ലോ. ഇദ്ദേഹം വല്ലപ്പോഴൊക്കെ ഒന്ന് കറങ്ങി അവിടെ ചെന്നിട്ട് ഒരു ചെറിയ പ്രഭാഷണമൊക്കെ കുട്ടികൾക്ക് നടത്തിയിട്ട് അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് ഇദ്ദേഹത്തിനൊരു ആരാധനയായി. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ആരാധനയൊക്കെ നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് മുതലെടുത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഒരു സംഘടന ഉണ്ടാക്കി. അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? അവിടെ ഒരു സംഘടന ഉണ്ടാക്കി, അവിടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടാക്കി. അതുവഴി അദ്ദേഹം എന്ത് ചെയ്തു? പ്രവർത്തനങ്ങൾ പതുക്കെ ആരംഭിക്കുകയാണ്. ശ്യാംജി കൃഷ്ണവർമ്മ എന്ത് ചെയ്യുകയാണ്? ലണ്ടനിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, അല്ലേ? ഇന്ത്യ ഹൗസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം പതുക്കെ എന്ത് ചെയ്തു? അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ സമയത്താണ് നമ്മുടെ വീർ സവർക്കർ എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പുതിയ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വീർ സവർക്കർ എന്ന് പറഞ്ഞിട്ട്, അല്ല? വി ഡി സവർക്കർ എന്ന് പറയുന്ന വീർ സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ എന്ന് പറയുന്ന വീർ സവർക്കർ ഈ സമയത്ത് ലണ്ടനിലുണ്ട്. ഈ സവർക്കറും അതേപോലെ തന്നെ പഠിക്കാനായിട്ട് മറ്റൊരു കുട്ടിയോട് ചെല്ലുകയാണ്. കുട്ടിയുടെ പേര് മദൻലാൽ ഡിങ്കര എന്നാണ്. മദൻലാൽ ഡിങ്കര. ഈ മദൻലാൽ ഡിങ്കര
വീർ സവർക്കർ, ശ്യാംജി കൃഷ്ണവർമ്മ, ഇവർ 3 പേരും കൂടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഒരു മാഗസിൻ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ്. ഈ മാഗസിൻ വഴി അവിടെ എന്ത് ചെയ്യുകയാണ്, ആശയങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, ഒരു സംഘടനയും അവരുണ്ടാക്കി. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന, ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസിനും ഉണ്ടാക്കി. അതുവഴി ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ പഠിക്കാൻ ചെന്ന കുട്ടികൾ മൊത്തം ഇവരുടെ കസ്റ്റഡിയിൽ വെച്ചാൽ ഇവരുടെ കൂട്ടത്തിലായി ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് മാറി. ആ സമയത്താണ് ഇവിടെ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ നോക്കുന്നു. മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയെ ഇവർ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നു. മതപരമായിട്ട് ഇന്ത്യ വിഭജിക്കാൻ നോക്കുന്നു. ബംഗാളിൽ ക്ഷാമം വരുന്നു. ഇന്ത്യയുടെ ക്ഷേമത്തിന് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ആരും ചെയ്യുന്നില്ല, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ചെയ്യുന്നില്ല. അതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നും അവരുടെ നേട്ടം മാത്രം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും ഇന്ത്യക്കാരുടെ ക്ഷേമമല്ല ലക്ഷ്യമെന്നും ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അവരുടെ സാംസ്കാരിക നിലവാരം തന്നെ മാറ്റിയെടുത്തുകൊണ്ട് ഇല്ലായ്മ ചെയ്ത് ബ്രിട്ടീഷ് സംസ്കാരം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി ഇവർക്കുണ്ടായി. അതുകൊണ്ട് ഇവർ തീരുമാനിച്ചു, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി ആസൂത്രണം ചെയ്യുന്ന മിൻറ്റോ മോർലി പ്രഭുക്കന്മാരിലെ മോർലിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. മോർലിയെ വധിക്കണം, മോർലിയുടെ ഓഫീസിൽ കടന്നു ചെന്നിട്ട് അത് ചെയ്യണം. അതിനൊരു തീരുമാനമെടുത്തു. അത് നടപ്പിലാക്കാനായിട്ട് ഇവർ ചുമതലപ്പെടുത്തിയെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പഠിക്കാൻ ചെന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ, മദൻലാൽ ഡിങ്കര. ഈ മദൻലാൽ ഡിങ്കരയാണ് ചുമതലപ്പെടുത്തിയത്. മദൻലാൽ ഡിങ്കര സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ആ ഔദ്യോഗിക ഉപദേഷ്ടാവായിട്ടുള്ള പൊളിറ്റിക്കൽ എ ഡി സി ആയിട്ടുള്ള വില്യം കഴ്സൺ എന്ത് ചെയ്തു, ഓഫീസിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ആൾ മാറിപ്പോയത് കാര്യം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റാണ് എന്ന് കരുതിയിട്ടാണ് ചെല്ലുന്നതും ഈ പറഞ്ഞിട്ടുള്ള ആളിനെ വെടിവെച്ച് കൊല്ലുന്നത്. കാര്യം തൊട്ടടുത്ത് തന്നെ ഉള്ള സീറ്റിലായിരിക്കുമല്ലോ എപ്പോഴും ഈ പറയുന്ന ആളിരിക്കുക. ചെന്നപ്പോൾ മോർലി പ്രഭുവിടെ ഇരിക്കുന്നത് ഇദ്ദേഹമാണ്. ബ്രിട്ടീഷുകാരിലെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. നേരെ കിട്ടിയവനെ വെടിവെച്ച് കൊന്നു. ഇതാണ് സംഭവിച്ചത്. മദൻലാൽ ഡിങ്കര എന്ത് ചെയ്തു, അന്നേരം തന്നെ അറസ്റ്റ് ചെയ്തു, തൂക്കിലേറ്റി. VD സവർക്കർ ഇതിലുണ്ടല്ലോ, സവർക്കറിനെ അവിടെ നിന്ന് നാട് കടത്തപ്പെട്ട സവർക്കർ വന്നിട്ടാണ് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ കോടതിയിൽ അടുത്ത വിചാരണ. എന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള കാലാപ്പാനി ജയിലിലേക്ക് 28 വർഷക്കാലത്തെ തടവൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയായിട്ട് നാട് കടത്തി വിട്ടുന്നുണ്ട്. നമ്മുടെ ശ്യാംജി കൃഷ്ണവർമ്മ എന്ത് ചെയ്തു, അദ്ദേഹം ഇതെല്ലാം മുൻകൂട്ടി കാണുന്ന ആളല്ലേ. ചപ്പേത്കർ ബ്രദേഴ്സിനെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ചെയ്തു കൊടുത്തിട്ട് അദ്ദേഹം ലണ്ടനിലേക്ക് പോയല്ലോ. അതേപോലെ നമ്മുടെ സവർക്കറിനും മദൻലാൽ ഡിങ്കരയ്ക്കും എല്ലാം ഉപദേശവും ചെയ്തു കൊടുത്തിട്ട് ഇദ്ദേഹം ചെയ്തു നേരെ പാരീസിലേക്ക് പോയായിരുന്നു. അങ്ങനെ ശ്യാംജി കൃഷ്ണവർമ്മ വീണ്ടും പാരീസിൽ നിന്നിട്ട് മാഡം കാമയുമായിട്ട് അടുത്ത വിപ്ലവകാരികൾ എന്ത് ചെയ്യുകയാണ്, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് പോയി. ഈ ഒരു സംഭവത്തോടുകൂടി എന്തായി, ബ്രിട്ടീഷുകാരുടെ മടയിൽ ചെന്നിട്ട് ബ്രിട്ടീഷുകാരെ പോലും ആക്രമിക്കാനായിട്ട് മടിയില്ലാത്തവരാണ് ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു ധൈര്യം നമുക്കിവിടെ കിട്ടുകയാണ്. ഇതോടുകൂടി ആളുകൾക്ക് എന്താണ് ഒരു ആവേശമായി. അതായത് ബ്രിട്ടീഷുകാരനെ തല്ലിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരനെ തല്ലുന്നവനാരായി, ജനങ്ങളുടെ ഒരു ആരാധനാപാത്രമായി മാറുകയാണ്. അപ്പോൾ പുലിമടയിൽ ചെന്ന് അടിക്കണമെന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഓഫീസിൽ ചെന്ന് ഒരു അടി നടത്താനായിട്ട് തീരുമാനിച്ചു. അതോടുകൂടി എന്തായി, കുറച്ച് ചെറുപ്പക്കാർക്ക് വീണ്ടും ഒരു ആവേശം. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ പ്രതിപുരുഷനായിട്ട് ഒരാളുണ്ട്. അതാരാന്നറിയാവോ? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ പ്രതിപുരുഷനായിട്ടുള്ള ഒരാൾ, പ്രതിപുരുഷൻ എന്ന് നമ്മൾ പറയും. ആരാണ്? അദ്ദേഹമാണ് വൈസ്രോയി എന്ന് പറയുന്ന ആൾ. വൈസ്രോയി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ നിർദ്ദേശങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഓഫീസറാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ പാർലമെൻറ്റിന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നയാളാണ്. ഈ പാർലമെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ഒപ്പിടുന്ന ആളാണ് രാജാവ്. അപ്പോൾ രാജാവ്, പാർലമെൻറ്റ്, മന്ത്രി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, നാലാമത്തെ ആളാണ് ഈ പറയുന്ന നമ്മുടെ വൈസ്രോയി എന്ന് പറയുന്ന ആൾ. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഉദ്യോഗസ്ഥനുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൈസ്രോയി അങ്ങോട്ട് തീർത്ത് കളയാമെന്ന് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാർ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച ചെറുപ്പക്കാർ അതിനുവേണ്ടിയുള്ള അവസരം കാത്തിരുന്നു. അവർക്ക് അവസരം കിട്ടി. നമ്മുടെ മദൻലാൽ ഡിങ്കരയുടെ ഗൂഢാലോചന നടന്നത് 1909 കേട്ടോ. ഈ വൈസ്രോയെ വധിക്കാനായിട്ടുള്ള ഗൂഢാലോചന നടക്കുന്നത് 1912. 1912 ഗൂഢാലോചന നടത്തുന്നതിന് ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടായി. ഈ കോൺസ്പിറസിയാണ് നമ്മൾ ഡൽഹി കോൺസ്പിറസി എന്ന് വിളിക്കുന്നത്. വൈസ്രോയ്ക്ക് നേരെ നടന്ന വധശ്രമം, അതിനെയാണ് ഡൽഹി കോൺസ്പിറസി എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഡൽഹി കോൺസ്പിറസി എന്താണെന്ന് ചോദിച്ചാൽ, ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു ഗൂഢാലോചന, അതാണ് ഡൽഹി കോൺസ്പിറസി. ഇതാര് നടത്തി, എന്തിനു നടത്തി
എന്തായിരുന്നു ഇതിൻ്റെ പരിണിത ഫലം? ഇതാണ് അവിടെ അറിയേണ്ടുന്ന കാര്യം. അതായത് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ വർഷം ചോദിച്ചാൽ നിങ്ങൾ പറയും. എന്നായിരുന്നു ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ വർഷം? 1911 വരുന്നത്. 12 തലസ്ഥാനം പൂർണ്ണമായിട്ടും മാറി. അപ്പം തലസ്ഥാനം മാറ്റി. എവിടെ നിന്നാണ് മാറ്റിയത്? ബംഗാളിൽ നിന്നാണ് മാറ്റിയത്. ബംഗാളിൽ നിന്ന് തലസ്ഥാനം മാറ്റാൻ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ബംഗാളിൽ നിന്ന് തലസ്ഥാനം മാറ്റാനായിട്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? അത് സെൻറ്റർ എന്ന് ബ്രിട്ടീഷുകാർ പറയുന്നത്. അതല്ല കാര്യം. മുസാഫർപൂരിൽ അലിപ്പൂർ കോൺസ്പിറസി, അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുവാനായിട്ടുള്ള സാഹചര്യമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവർ വധിക്കപ്പെടാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കൊരു പേടി. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു? ബംഗാളിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഭരണ സൗകര്യമെന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ടെററിസ്റ്റുകളോടുള്ള ഒരു പേടിയാണ്. കാര്യം നമ്മൾ ഈ പൂച്ച, ഇറച്ചിക്കറി കഴിക്കുന്ന പൂച്ചയൊക്കെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ടേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പൂച്ച കറിച്ചട്ടിന്ന് മാറത്തില്ല. അതേപോലെ ഈ ബ്രിട്ടീഷുകാരൻ്റെ ചോരയുടെ രുചി അറിഞ്ഞ ഇന്ത്യക്കാർ, അല്ലേ, ബ്രിട്ടീഷുകാരൻ്റെ ചോരയുടെ രുചി അറിഞ്ഞ് ഇന്ത്യക്കാരെന്ത് ചെയ്തു? വീണ്ടും അതിന് തന്നെ തുനിഞ്ഞിറങ്ങിയാണ്. അപ്പോൾ അങ്ങനെ തുനിഞ്ഞിറങ്ങി വന്നപ്പോൾ എന്തായി? ബ്രിട്ടീഷുകാർക്ക് മൊത്തത്തിൽ പേടിയായി. ആ പേടി അവർക്ക് ലണ്ടനിൽ വരെ കിട്ടി. അതായത് ലണ്ടനിൽ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ അവരെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ പേടിയല്ലേ. അതുകൊണ്ട് തീവ്രവാദികളുടെ അതിപ്രസരം കുറഞ്ഞൊരു ഏരിയ. പഞ്ചാബിൽ തീവ്രവാദികളുണ്ട്, ബംഗാളിൽ തീവ്രവാദികളുണ്ട്, മദ്രാസിൽ തീവ്രവാദികളുണ്ട്, ബോംബെയിൽ തീവ്രവാദികളുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തൊരു പ്രദേശം എന്ന് വെച്ചാൽ ഡൽഹിയാണ്. ഡൽഹിയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രഭാഗമായിട്ട് വരും. ഇന്ത്യ ഭരിച്ച പല രാജാക്കന്മാരും ഡൽഹിയാണ് ഭരിച്ചിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നേരെ എന്ത് ചെയ്തു? ഡൽഹിയിലേക്ക് അങ്ങ് തലസ്ഥാനം മാറ്റി. എന്നിട്ട് പറഞ്ഞു ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തലസ്ഥാനം മാറ്റുന്നതെന്ന് പറഞ്ഞു. എല്ലാവരും അത് വിശ്വസിച്ചു. അതാണ് സംഭവം. ഈ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വൈസ്രോയാണ് തലസ്ഥാനം മാറ്റിയതെന്ന് നമ്മൾ പറയണതല്ലേ. ഹാർഡിഞ്ചി രണ്ടാമനാണ് തലസ്ഥാനം മാറ്റിയതെന്ന് പറയുന്നത്. ഈ ഹാർഡിഞ്ചി രണ്ടാമൻ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായി? അദ്ദേഹത്തിന് സ്വയം ഒരു ചിന്തയുണ്ടായി. ഡൽഹി ഭരിക്കുന്ന ആൾക്കാർ നമുക്കറിയാം, സുൽത്താൻമാരാണ് ഡൽഹി ഭരിച്ചത്, അല്ലേ. അതൊക്കെ മുൻപ് ഡൽഹി ഭരിച്ചിരുന്നത് തോമര വംശം എന്ന് പറഞ്ഞ ആൾക്കാർ, അനങ്കപാൽ തോമർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭരിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ ഭരിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് പൃഥ്വിരാജിൽ നിന്നാണ് സുൽത്താൻമാരിലേക്ക് എത്തുന്നത്, അല്ലേ. മുഹമ്മദ് ഗോറിയിൽ നിന്ന് മുഹമ്മദ് ഗോറിയുടെ അടിമയായിട്ടുള്ള ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്കിലൂടെ അടിമ വംശങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എത്തിയത് നമുക്കറിയാം. ഖിൽജികൾ വന്നു. ഖിൽജികൾക്ക് ശേഷം വന്നത് തുഗ്ലക്ക് വന്നു. തുഗ്ലക്കിന് ശേഷം സയ്യിദ് വന്നു. സയ്യിദിന് ശേഷം ലോധി വന്നു. ലോധിമാരെ പാടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബറിൻ്റെ നേതൃത്വത്തിൽ മുഗളന്മാർ വന്നു. മുഗളന്മാർ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനത്തെ മുഗളനായിട്ടുണ്ടായിരുന്ന നമ്മുടെ ബഹദൂർ ഷാ സഫറിനെ ചെങ്കോട്ടയിൽ നിന്നും അടിച്ചോടിച്ച് റങ്കൂണിലേക്ക് നാട് കടത്തിയിട്ട് ഡൽഹി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. അവർ പിടിച്ചെടുത്ത സ്ഥലത്ത് താമസം തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവർ തീരുമാനിച്ചു അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഡൽഹിയിൽ ചെന്ന് താമസം ആരംഭിച്ച, ഔദ്യോഗികമായിട്ട് ഭരണം ആരംഭിച്ച വൈസ്രോയി എന്ന് പറയുന്ന ഈ ഹാർഡിഞ്ചി രണ്ടാമനാണ്. അവിടെയുള്ള സംവിധാനങ്ങളെല്ലാം കണ്ടപ്പോൾ ഹാർഡിഞ്ചി രണ്ടാമന് അദ്ദേഹം സ്വയം ഒരു ചക്രവർത്തിയായോ എന്നൊരു ചിന്ത. ആ ചിന്ത അദ്ദേഹം എന്ത് ചെയ്തു? നന്നായിട്ട് ആസ്വദിക്കാൻ തീരുമാനിച്ചു. അതായത് പഴയ കാലത്തൊക്കെ രാജാക്കന്മാരൊക്കെ ഈ മട്ടുപ്പാവിൽ വന്നിങ്ങനെ ഒന്ന് ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യും. പഴയ കാലത്ത് രാജാക്കന്മാരാണെങ്കിൽ ഇപ്പോൾ സിനിമാ താരങ്ങളാണല്ലോ ചെയ്യണത്. വലിയ ഹോട്ടലിൻ്റെ ലോബിയിൽ നിന്നിട്ട് കൈ കാണിക്കുന്ന. അന്ന് ഇതിനെ പറഞ്ഞിരുന്ന പേര് ജറോക്ക ദർശനം എന്നാണ് പറഞ്ഞത്. ജറോക്ക ദർശനം, അത് വിശിഷ്ടമായ ദർശനം, തിരുമുൽ കാഴ്ച എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതിൽ വിശിഷ്ടമായൊരു ദർശനം എന്ന രീതിയിൽ ജറോക്ക ദർശൻ എന്നുള്ളൊരു ഉറുദു പദമോ മറ്റുമാണ്. ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു മാറ്റം വരുത്തിയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഹാർഡിഞ്ചി രണ്ടാമനൊരു പുതിയ പരിപാടി തുടങ്ങി. അതായത് ഈ ആനയുടെ പുറത്ത് ഒരു പേടകമൊക്കെ വെച്ച് കെട്ടിയിട്ട് യാത്ര ചെയ്യുന്ന കണ്ടിട്ടില്ല ടൂറിസ്റ്റുകളൊക്കെ എത്തിക്കൊണ്ട്. അതേ മോഡലിൽ ഒരു ആനപ്പുറത്തൊരു പേടകമൊക്കെ വെച്ച് കെട്ടിയിട്ട് ഈ വൈസ്രോയി ഹാർഡിഞ്ചി എന്ത് ചെയ്യുന്നു? ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യുന്നു? നഗരപ്രദക്ഷിണം നടത്തും. ഈ നഗരപ്രദക്ഷിണം നടത്തുന്ന ധാരാളം ആളുകൾ കാണാൻ ചെല്ലും. കാര്യം വൈസ്രോയിയെ കാണുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ വൈസ്രോയിയെ കാണാനിട്ടില്ല. കാഴ്ചക്ക് ഇദ്ദേഹം അനുവദിക്കുന്നത് പുരുഷന്മാരാരും കാണാൻ പാടില്ല. പുരുഷന്മാരെ പേടി. അവന്മാർ വല്ല ബോംബായിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്താലോ എന്നൊരു പേടി. കാരണം ഈ പ്രദക്ഷിണം പോണ വഴിയിൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ ഈ പ്രദക്ഷിണം നിരന്തരമായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പുരുഷന്മാർക്കൊക്കെ ഒരു അസ്വസ്ഥതയായി. ഇത് ശരിയായ രീതിയല്ല, അതൊന്ന് കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കുറച്ച് പിള്ളേരാണ്. പിള്ളേർ ചെറുപ്പക്കാർ 10, 20, 22 വയസ്സൊക്കെയുള്ള പിള്ളേരാണ്
അവരുടെ പേര് റാഷ് ബിഹാരി ബോസ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്, കേട്ട് കാണും. സച്ചിന്ദ്രനാഥ് സന്യാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറ്റൊരാളുണ്ട്. വിഷ്ണു ഗണേഷ് പിങ്കള എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്. അങ്ങനെ ബസന്ത് മോഹൻ ബിഹാരി എന്ന് പറഞ്ഞ് വേറെ ഒരു പയ്യനുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ ഇവർ തീരുമാനിച്ചതിന് നല്ല രീതിയിലൊരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇതിനൊരു പണി കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്തു, അവർ ഒന്ന് ആസൂത്രണം ചെയ്തു. സ്ത്രീകളെ മാത്രമല്ലേ കടത്തി വിടുള്ളൂ. അപ്പോൾ സ്ത്രീകളുടെ വേഷത്തിൽ പോകണം. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ കൊറ്റൻകുളങ്ങരയിലും ഈ ഒരു വിളക്കുണ്ട് അല്ലേ, ചമയ വിളക്കെന്ന് പറഞ്ഞാൽ, അപ്പം ആ ചമയ വിളക്ക് എടുക്കുന്ന ആൾക്കാർ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അതൊക്കെ അവരുടെ സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇടുമ്പോൾ നമുക്ക് തോന്നിയത് പെണ്ണാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അല്ലേ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാൾ കൂടുതൽ സുന്ദരികളായിട്ടുള്ള ആണുങ്ങൾ നമ്മൾ കാണും. അപ്പോൾ അതേപോലെ ഈ വൈസ്രോയി വരുന്ന വഴിയിൽ സ്ത്രീകളുടെ വേഷത്തിൽ പോകാനായിട്ട് ഇവർ നിശ്ചയിച്ചു. എന്നിട്ട് സ്ത്രീകളുടെ വേഷത്തിൽ പോകാൻ നേരത്ത് ആരും അറിയത്തില്ലല്ലോ. പോയ ആളുകൾ കൈവശം ബോംബൊക്കെ കരുതിക്കൊണ്ടാണ് പോയത്. ബോംബുമായിട്ട് ഇവർ പോയിട്ട് വൈസ്രോയി അനപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും വൈസ്രോയിക്ക് സിന്ദാബാദ് വിളിക്കാൻ കൈയൊക്കെ ഇങ്ങനെ വെക്കുമല്ലോ, വൈസ്രോയി ഇതിനാൾ വാഴട്ടെ എന്നിങ്ങനെ സിന്ദാബാദ് വിളിക്കുമല്ലോ. ആ സമയത്ത് എല്ലാവരും കൈവയ്ക്കുന്നത് ഇവർ ബോംബ് എടുത്തിട്ട് എറിഞ്ഞു. ഈ വൈസ്രോയി എന്ന് പറയുന്ന ആൾക്ക് മന്ത്രിമാരെ പോലെ നല്ല സുരക്ഷ ഉണ്ടാവും, ഗൺമാൻ ഉണ്ടാവും, പാപ്പാനുണ്ടാവും, എല്ലാവരും ഉണ്ടാവും അല്ലേ. വൈസ്രോയി ഇരിക്കുന്ന വൈസ്രോയുടെ ഇടവും പോലും അംഗരക്ഷകന്മാർ, മുന്നിൽ ആനയെ നിയന്ത്രിക്കുന്ന പാപ്പാനാണ്. ഈ ബോംബ് വരികയും ബോംബ് ഒന്ന് വണ്ടിയുടെ അങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഗൺമാന്മാരെന്ത് ചെയ്യുന്നു, അത് തട്ടും. തട്ടിക്കളയാൻ നേരത്ത് പൊട്ടാൻ നേരത്ത് വൈസ്രോയിയുടെ മുന്നിലാണ് ഗൺമാൻ ഇരിക്കുന്നത്, ഒരാൾ പിന്നിലാണ്, അതിന് മുന്നിലാണ് ഈ പറയുന്ന അപ്പാപ്പാനിരിക്കുന്നത്. ഈ ആദ്യത്തെ ഗൺമാനുടെ തടയുള്ളൂ. ആദ്യത്തെ ഗൺമാൻ എന്ത് ചെയ്തു, തട്ടാൻ നേരത്ത് പൊട്ടാൻ നേരത്ത് ഫ്രണ്ടിരിക്കുന്ന പാപ്പാൻ തീർന്നു. ആനയുടെ പാപ്പാനാണ്. പിന്നെയോ ആന വരണ്ട് ഓടുമല്ലേ, ഇതിൻ്റെ പുറത്തുനിന്ന് എല്ലാവരും കൂടി വീണു. അതിനിടയിൽ അടുത്ത ബോംബും പൊട്ടിയപ്പോൾ വൈസ്രോയി പട്ടാളത്തിലൊക്കെ നല്ല പരിശീലനമൊക്കെ കിട്ടിയിട്ടുള്ള ആളല്ലേ, അദ്ദേഹം നിലത്ത് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്ന ശീലം അവർക്കുണ്ട്. അങ്ങനെ അയാൾ കമിഴ്ന്ന് കിടന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എന്നാലും ഒരു കണ്ണിൻ്റെ കാഴ്ച അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഒരു ഗൺമാൻ മരിച്ചു, ഈ പറയുന്ന ഒരു പപ്പാൻ എന്ന് പറയുന്ന ആളില്ല, ആന പാപ്പാൻ, ഇവരും മരിച്ചു. ഈ ആന വരണ്ട് ഓടിയത് കൊണ്ട് ഒരാളെ പോലും അവിടെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നീട് സംശയം തോന്നിയിട്ട് 1-2 പേരെ അവർ പിടിച്ച് തൂക്കിലെറ്റിയെന്നല്ലാതെ യഥാർത്ഥ പ്രതികളായിട്ടുള്ള നമ്മുടെ റാഷ് ബിഹാരി ബോസിനെയോ അതേപോലെ സച്ചിന്ദ്രനാഥ് സന്യാലിനെയോ വിഷ്ണു ഗണേഷ് പിങ്കളെയോ ഇവരൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബസന്ത് ബിഹാരി കൃഷ്ണ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ പിടിച്ചൊരു തൂക്കിലേറ്റിയായിരുന്നു. ഇതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. ഈ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരുന്നു. കാര്യം എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾ ആരാണ്, വൈസ്രോയിയാണ്. ആ വൈസ്രോയി വരെ കൊല്ലാനായിട്ട് നമ്മുടെ ആൾക്കാർ ചെല്ലുന്നു. ഇവരുടെ ബ്രിട്ടീഷുകാർക്ക് മൊത്തത്തിലൊരു ഭയമുണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവർ വൈസ്രോയിയെ വധിക്കാൻ തീരുമാനിച്ചത്? അതാണ് നമ്മൾ അറിയേണ്ടത്. ഈ ബംഗാളിൽ നിന്ന് തലസ്ഥാനം മാറ്റുക മാത്രമല്ല, നമ്മളൊരു വീട് പുതിയതെടുത്ത് താമസിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ പറയുന്നൊരു പേരുണ്ട്, ഹൗസ് വാമിങ് നടത്തുന്നു എന്നാണ് പറയണത് അല്ലേ. ഈ ഹൗസ് വാമിങ് പോലെ തന്നെ ഇവർ നടത്തിയ പരിപാടി എന്ന് പറയുന്നത് അവിടെ വലിയൊരു സദ്യ അല്ലെങ്കിൽ ഒരു വിരുന്ന് നടത്തി. അതിനെയാണ് നമ്മൾ ദർബാർ, രാജകീയ വിരുന്നിനെയാണ് നമ്മൾ ദർബാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ ഇത്തരത്തിൽ ഒരു വിരുന്ന് നടത്തി. അപ്പോൾ ഡൽഹിയിൽ നടന്ന ഈ ദർബാറിനെയാണ് നമ്മൾ ഡൽഹി ദർബാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഡൽഹി ദർബാർ ഒരുപാടെണ്ണം നടന്നിട്ടുണ്ട്, 3 എണ്ണം നടന്നിട്ടുണ്ട്. 1, 2, 3 ലിട്ടൺ എന്ന് പറഞ്ഞ ഒരു പ്രഭു വൈസ്രോയായിട്ടിരിക്കാൻ നേരത്ത് ഒരു ദർബാർ നടന്നിട്ടുണ്ട്. അത് വിക്ടോറിയ രാജ്ഞിയുടെ സിംഹാസനാരോഹണത്തിൻ്റെ 25ാമത് വർഷമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയതാണ് ആ ദർബാർ. അത് കഴിഞ്ഞിട്ട് 2ാമത് കഴ്സൺ പ്രഭുവിൻ്റെ കാലത്ത് ഒരു ഡൽഹി ദർബാർ നടന്നിട്ടുണ്ട്. അത് വിക്ടോറിയ രാജ്ഞിയുടെ ഏതാണ്ട് 50ാമത് കിരീടവാർഷികം എന്ന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരെണ്ണോ മറ്റാണ് നടന്നിരിക്കുന്നത്. പിന്നെ 3ാമത് നടന്നു വെച്ചാൽ ജോർജ് 5ാമൻ എന്ന് പറയുന്നൊരു രാജാവ് പുതിയതായിട്ട് ഇംഗ്ലണ്ടിൽ ഭരണത്തിലെത്തിയപ്പോൾ അതിൻ്റെ സ്മരണാർത്ഥം നടത്തിയതാണ് 3ാമത്തെ ഡൽഹി ദർബാർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡൽഹി ദർബാറുകൾ 3 എണ്ണമാണ് നടന്നിരിക്കുന്നത്. ഈ 3ാമത്തെ ദർബാറാണ് ഈ പറയുന്ന ഹാർഡിഞ്ച് പ്രഭു നടത്തിയത്. ഈ പ്രഭു വിരുന്ന് നടത്തിയപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡൽഹിയിലേക്ക് ഇവർ താമസം മാറിയതൊന്ന്, ബംഗാളിൽ നിന്ന് സ്ഥാനം ഉപേക്ഷിച്ച് പോകുന്നൊന്ന്. ഈ ബംഗാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ഷാമം എന്നതിങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അല്ലേ. ക്ഷാമം എന്ന് വെച്ചാൽ നമുക്കറിയാം ബംഗാൾ ഫാമിൻ എന്ന് പറയുന്നതാണ്. ക്ഷാമം ഉണ്ടാകാൻ കാര്യം വിളവ് മോശമാകുമ്പോഴാണ് ക്ഷാമം ഉണ്ടാകുന്നത്. അങ്ങനെ കൃഷിയും വിളവും എല്ലാം ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം, ഏത് രീതിയിൽ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്നൊന്നും ഈ ബ്രിട്ടീഷുകാർ ചിന്തിച്ചുമില്ല, മാറ്റം വരുത്തിയില്ല. തന്മൂലം അവിടെ മരണപ്പെട്ട ആൾക്കാരുടെ എണ്ണം അറിയാവോ? 88 ലക്ഷം പേരാണ് ബംഗാളിൽ ക്ഷാമം എന്ന ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടത്.
അത്രയും ആൾക്കാർ മരിക്കുന്ന സമയത്ത്, പട്ടിണി മൂലം ആളുകൾ മരിക്കുന്ന സമയത്താണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഡൽഹിയിൽ ദർബാർ നടത്തിയത്. ചോദിക്കുകയല്ലേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, അത് തന്നെ അവിടെ സംഭവിച്ചു. ഈ ചോദ്യമാണ് നമ്മൾ കണ്ട ഡൽഹി കോൺസ്പിറസി എന്ന് പറയുന്ന സംഭവം. വൈസ്രോയെ വധിക്കാൻ തീരുമാനിച്ചു. ഇതാണ് നമ്മുടെ ഇവിടെ നടന്ന പ്രധാനപ്പെട്ട കോൺസ്പിറസികളിൽ പ്രധാനപ്പെട്ടത്. ഈ കോൺസ്പിറസി എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലുണ്ടായ കോൺസ്പിറസി എന്ന് നമ്മൾ പറയുന്നത്. ആദ്യകാലങ്ങളിലുണ്ടായിട്ടുള്ള കോൺസ്പിറസിയാണ് ഈ ഒരു കോൺസ്പിറസി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഏത് കോൺസ്പിറസി എന്ന് വിളിക്കുന്നത്? ഡൽഹി കോൺസ്പിറസി എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു കോൺസ്പിറസിയാണ്. ഓക്കെ അല്ലേ?